ഹായ് ഫ്രണ്ട്സ്, റോമൻ റോസ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോ തേങ്ങ അരച്ച നല്ല നാടൻ ചെമ്മീൻ കറിയാണ്. വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എങ്കിൽ പിന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഏകദേശം 800 ഗ്രാം ചെമ്മീൻ നല്ല ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മളിത് മൺചട്ടിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അടുത്തതായി ഞാനിവിടെ ഒരു 5 കുഞ്ഞുള്ളി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചതച്ചാണ് ചേർക്കേണ്ടത്. ഇതോടൊപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി, കുറച്ച് പച്ചമാങ്ങ സ്ലൈസ് ചെയ്തത്, 2 കുടംപുളി, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 3 പച്ചമുളക് ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ കറിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് മൺചട്ടിയിലേക്ക് ചെമ്മീൻ ഇട്ട ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 പച്ചമുളക് ചെറുതായിട്ട് കീറിയത്, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ, കുടംപുളി 2 എണ്ണം, കറിവേപ്പില എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ലൂസായിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്രേവിയുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറിയുടെ ഒരു പ്രത്യേകത തന്നെ ഏകദേശം ഒരു 90% പണികളും നമ്മൾ ആദ്യത്തെ ഒരു സ്ട്രെച്ചിൽ തന്നെ നമ്മൾ തീർക്കും. പിന്നെ നമ്മളിത് കുക്കാകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട സമയം മാത്രം മതി. പിന്നെ അവസാനം നമ്മൾ താളിച്ച് ചേർക്കുക. എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രോൺസ് ഒക്കെ നല്ല ഭംഗിയായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർക്കുന്നതിനായി ഞാനിവിടെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ വളരെ അല്പം മാത്രം കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് താളിച്ചൊഴിക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറക്കുമ്പോൾ ഒരു അടിപൊളി മണം വരുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു കറി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് വേറൊരു കറി ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഉച്ചക്കത്തെ ഊണിനും വൈകിട്ടത്തെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും ഇത് നല്ല അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വട്ടം നിങ്ങൾ ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.